ഹലോ, എൻ്റെ വണ്ടർലാൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കസിൻ ശ്രീലക്ഷ്മിയുടെ കല്യാണത്തിന് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതാണ് എൻ്റെ കസിൻ ശ്രീലക്ഷ്മി. അപ്പോൾ ഞങ്ങൾ ഹോളിലെത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റായി. കാരണം എൻ്റെ വീട് ആളൂരാണ്. അപ്പോൾ അവിടുന്ന് പാവർട്ടി നിന്ന് പറപ്പൂർ ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. ഫുഡിൻ്റെ ടൈമിലാണ് ഞങ്ങൾ എത്തണത്. ഞങ്ങളപ്പം അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. കാരണം മക്കളൊക്കെ ആകെ വിശന്നൊരു പരിവായി. അപ്പോൾ അവർക്ക് വിശക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നേരെ ഞങ്ങളോട് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിക്കോളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവരൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ സൈഡിലേക്കൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വന്നു കേട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരുമിക്കനും ചെക്കനും പെണ്ണൊക്കെ പോയിട്ടാ. അപ്പോൾ പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പിന്നെ പിള്ളേർ സ്റ്റേജിൽ കയറിയിട്ട് പിള്ളേരുടെ വക കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസപ്ഷന് പോകാൻ ടൈമായി. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായി ഫ്രഷ് ആവാൻ പോയി. അപ്പോഴത്തേനും വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാവും. അയ്യോ, സഹിക്കാൻ പറ്റില്ല. ഈ മാതിരി ചൂടില്ല ബസ്സിലിരിക്കാൻ. പൊന്നെ പെട്ടുപോയി മനുഷ്യന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു നിലയായിരുന്നു ആ ബസ്സിൽ നിന്ന്. പിന്നെ അങ്ങനെ തൊട്ടടുത്ത് ടർഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കളിയൊക്കെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അത് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് എടുത്തിട്ട് അങ്ങനെ പോണ വഴിക്ക് ഒരു ഭാഗത്ത് നിർത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ റോസാപ്പൂ കാണാൻ. ഞങ്ങൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ റിസപ്ഷൻ ഒന്നും പറയാമല്ലോ, അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അവിടുത്തെ ആ ഓഡിറ്റോറിയമൊക്കെ നല്ല എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു കാണാനും. നമ്മളെ വെൽക്കം ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന് നേരെ ഞാൻ ഹാള് ഒന്ന് വെറുതെ വീഡിയോ എടുക്കാൻ കയറി. ആ വീണതിൻ്റെ അനിയത്തിൻ്റെ മോനാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നു. അപ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ടർ കൊടുക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവരെ ചെക്കൻ്റെ ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നഗറ്റ്സ്, പിന്നെ സമൂസ റോൾ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നും കൂടി ചില്ല് ചെയ്യാനിരുന്നു. ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, സമയം പോണത് തന്നെ ശരിക്കും നമുക്കറിയില്ല. ഫുൾ എ സി ആയിരുന്നു കേട്ടോ. അയ്യോ, ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെക്കനും പെണ്ണും വന്നു. അപ്പോൾ നല്ല റിസപ്ഷന് അവരുടെ ഡ്രസ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടു. അവർക്ക് അടിപൊളി വരവേൽപ്പായിരുന്നു. എന്താ പറയുക, ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പിള്ളേർ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ടൊക്കെ ആയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വീഡിയോ. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, അവിടെ ചെന്നിരുന്ന് കാണാനൊന്നും ശരിക്കും പറ്റിയില്ല. പിള്ളേർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ടൈമായി. ഓൾറെഡി ലേറ്റായി. കാരണം റിസപ്ഷൻ തുടങ്ങുന്നത് 8 മണിക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞൊരു 11:30 ആയുണ്ട്. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇഷ്ടപ്രകാരം വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു. മാക്രോണി ആയിട്ട് നല്ല രസമുള്ള ഫുഡുകളും കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്ക, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനെ ഇഷ്ടപ്രകാരം ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബിരിയാണി, പോർക്ക്, ചിക്കനൊക്കെ എടുത്തത്. അത് ഞാനും എൻ്റെ മോനും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി. അതെൻ്റെ അമ്മായിയാണ്. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കാണാനിരുന്നു. അപ്പോൾ ഒരു വണ്ടി ആൾക്കാർ ഫസ്റ്റ് പോകുന്നുണ്ടെന്നാണ് കാണാൻ. ഞങ്ങൾ ഇരിങ്ങാലക്കുടി ആയിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ വേഗം അത് കാണാൻ നിന്നല്ല, വേഗം തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം. എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.